ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫുൾ ഡേ വ്ലോഗ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇമ്മയാണ് എപ്പോഴും വയ്ക്കാറ്. ഇന്ന് ഞാൻ തന്നെ രാവിലെ എണീറ്റിട്ടൊരു ചായ എന്നിട്ട് കാച്ചി. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഉമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാച്ചി ഇതാക്കി. ഇന്ന് ഓഫീസുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എണീറ്റത്. പക്ഷേ സാറ് രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഓഫാണെന്ന്. അപ്പോൾ രാവിലെ ഒരു ദോശയും സാമ്പാറായിരുന്നു കേട്ടോ. ഒരു 3 ദോശയും സാമ്പാറും കഴിച്ചു. ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ ഗൈസ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ രാവിലെ നേരം വെളുത്തിട്ട് എണീക്കാൻ തന്നെ വൈകിയില്ലായിരുന്നു, അത്ര തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാ കാണുന്നതാണ് നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്ന വീട്. അതായത് ഇപ്പോൾ തറയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഉമ്മച്ചിക്ക് കെട്ടുന്ന വീടാണിത്. അപ്പോൾ ഇതും ഇങ്ങനെ മഴ നോക്കിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഉച്ചയ്ക്ക് ഇത്തിരി ബിരിയാണി മൂത്തമ്മേൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ എടുത്ത് കൊടുത്തു. അവർ അങ്ങനത്തെ ഫുഡൊക്കെ ആണെങ്കിൽ അവർ വേഗം ഭക്ഷണം ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ വയറും ചോറൊക്കെ ആണെങ്കിൽ തീരെ കഴിക്കില്ല. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെയാണോ ഗൈസ്? പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ താളിച്ചു കൊടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ഈ ബിരിയാണി മണം കേട്ടിട്ടാണെന്ന് അറിയില്ല, ബെല്ല കാലിൽ വന്നിട്ട് വെറുതെ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതിനുള്ള ഫുഡ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ചോറും തൈരും പിന്നെ മുരിങ്ങക്കായ പെരട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് അത് പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ഒരു ജിഞ്ചർ, അതായത് ഇഞ്ചിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇഞ്ചിയും പുളിയും മുളകും എന്തോ മിക്സ് ചെയ്തിട്ട് ഉമ്മ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചു. അത് കഴിച്ചിട്ട് ഫുള്ള് പ്ലേറ്റ് മൊത്തം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ എനിക്ക് എന്താണാവും നല്ല മധുരം തിന്നാനുള്ള ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി അവിടെ പോയി നോക്കണോ, അടുക്കളയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഫ്രിഡ്ജിൽ നോക്കണ ഒരു തേങ്ങ കൂടി ഇരിക്കുന്നു. അപ്പോൾ വേഗം ഞാനതൊക്കെ മിക്സിയിലിട്ട് അടിച്ച് നന്നായി വറുത്തിട്ട് കുറച്ച് റവയും കുറച്ച് പഞ്ചസാരയും ഒരു 2 ഏലക്കയും കുത്തിച്ചതച്ചിട്ടിട്ട് അത് കഴിച്ചു. അതിപ്പോൾ കഴിക്കാൻ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതായത് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തുടച്ചെടുത്തു. എനിക്കിങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വേഗം തുടച്ചെടുത്തു. അപ്പോൾ ഇത് രാത്രി നമുക്ക് പുറത്തു പോയി കഴിക്കാമോ. അപ്പോൾ ഞാൻ വേഗം മാറ്റി. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ അബായ ഇടുന്നതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അബായ. എങ്ങോട്ട് പോകുമ്പോഴും ഞാൻ മിക്കവാറും അബായ ആയിരിക്കും ഇടുന്നത്. നിങ്ങൾ അങ്ങനെയാണോ? എനിക്ക് എന്തുകൊണ്ടാണോ എൻ്റെ ശരീരത്തിന് എനിക്ക് കംഫർട്ടബിൾ അതാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ഫർദകൾ ഞാൻ മാറ്റി ഇടാറുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെയും ഉണ്ട്, പക്ഷേ ഞാൻ ഉമ്മാൻ്റെയാണ് കൂടുതൽ ഇടാറ്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി നല്ല ലൂസ് ഫിറ്റായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ മഴ ചെറിയപ്പോൾ ഒരു സൈഡൊക്കെ നമ്മൾ കയറി നിന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒഴിയാനായപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺ ഗായ്സ്.